അതിനെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ആ ആത്മവിശ്വാസം, ആ അഹന്ത നമുക്ക് വേണം എന്നുള്ളതാണ്. എടശ്ശേരിയുടെയും തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും ഭാഷാപിതാവായിട്ടുള്ള തുഞ്ചത്താചാര്യൻ തന്നെ പൊന്നാനിയുടെ സംഭാവനയാണ്. കേരളത്തിന്റെ സാംസ്കാരികമായ തലസ്ഥാനവും സത്യത്തിൽ പറയുകയാണെങ്കിൽ പൊന്നാനിയാണ്. സൈനുദ്ദീൻ മക്തും ഒന്നാമൻ, സൈനുദ്ദീൻ മക്തും രണ്ടാമൻ, ഇവരെല്ലാം സാമ്രാജ്യത്വത്തിനെതിരായി ഹിന്ദുവായിട്ടുള്ള സാമൂതിരിക രാജാവുമായി കൈകോർത്ത് പിടിച്ച് പൊരുതിയതിൻ്റെ ഒരു മഹാചരിത്രം നമുക്കുണ്ട്. കുഞ്ഞാലിമരക്കാരെ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന് സാമൂതിരിയുടെ പടനായകനാക്കിയത് സൈനുദ്ദീൻ മക്തും ഒന്നാമനായിരുന്നു നമുക്കറിയാം. നമ്മുടെ ഭാഷാപിതാവായിട്ടുള്ള തുഞ്ചത്താചാര്യനെ ഇവിടുന്ന് ജാതി കോമരങ്ങൾ പുറത്തേക്കാക്കാൻ ശ്രമിച്ചപ്പോൾ ജലാലുദ്ദീൻ മൂപ്പൻ എന്ന സാത്വികനായ ഒരു മുസൽമാനായിരുന്നു അദ്ദേഹത്തിന് സംരക്ഷണം നൽകി തമിഴ്നാട്ടിലേക്ക് എത്തിച്ചത്. ഇങ്ങനെ മഹത്തായ വലിയൊരു പാരമ്പര്യത്തിന്റെ, എല്ലാവരെയും കൂട്ടിച്ചേർന്ന് നിർത്തുന്ന വലിയൊരു പാരമ്പര്യത്തിന്റെ ചരിത്രം. അതാണ് സമകാലികം ഇവിടെ വളരെ വാചാലമായിട്ട് പറഞ്ഞത്. എല്ലാവരും പൊന്നാനിക്കാരാവുന്നു, ഞങ്ങളെ കൂടി പൊന്നാനിയിലേക്ക് ചേർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും PCWയിലേക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് ആൾക്കാർ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. ശരിയാണ്, കേരളത്തിലുള്ളവരെല്ലാം തന്നെ ഈ പൊന്നാനി സംസ്കാരത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളിലാണ് കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഈ സ്ത്രീധന രഹിത വിവാഹത്തിന്റെയും മഹോത്സവം ഉണ്ടല്ലോ, ഇത് മറ്റു ചില വർത്തമാനങ്ങളും നൽകുന്നതാണ്. ഇന്ന് ലോകം മുഴുക്ക തന്നെ കുടുംബ ബന്ധങ്ങൾ ഛിദ്രമായിട്ട് വരുന്നു. എങ്ങനെയാണ് ആൾക്കാർ മൊബൈലിൽ നോക്കിയിട്ട് പരസ്പരം വിനിമയം ചെയ്യാതെ ജീവിതം കഴിക്കുന്നത് എന്നതിനെ പറ്റി സംസാരിച്ചു വരുന്നു. പക്ഷെ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുടുംബ ബന്ധത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മളിത് കളഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്കാര് അല്ലെങ്കിൽ കേരളീയർ എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ വിജയിക്കുന്നു എങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടി നമ്മളുടെ മക്കളെ നന്നായി വളർത്തുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ മക്കളും കുടുംബ ബന്ധങ്ങളും ഒക്കെ തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ പാശ്ചാത്യരെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള സംഘടനകളും സാഹിത്യ സൃഷ്ടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൈവശമുള്ള ഈ പാരമ്പര്യത്തിന്റെ മൂല്യത്തെ കളഞ്ഞു കുടിക്കാതെ സൂക്ഷിക്കാനുള്ള വലിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കുടുംബ ബന്ധങ്ങളെ ഛിദ്രമാക്കുന്നതിന് ഒന്നാം പ്രതിയായിട്ടുള്ളതാണ് സ്ത്രീധനം. അതിനെതിരായി പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ, നാളെ നടക്കാൻ പോകുന്ന ഈ വലിയ പരിപാടി ഉണ്ടല്ലോ, അതിന് വലിയ മഹത്തായ അർത്ഥതലങ്ങളുണ്ട്. ഇന്ന് ഇവിടെ വളരെ അർത്ഥവത്തായിട്ടുള്ള പുരസ്കാരങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അവരെല്ലാം ഒന്ന് അഭിനന്ദിച്ച് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കാരണം നമുക്ക് വളരെ വൈകിട്ടാണ് പോകുന്നത്. പൊന്നാനിക്കാർ ഒരിക്കലും അനൗചിത്യം കാണിക്കാൻ പറ്റില്ല. പൊന്നാനിയുടെ മറ്റൊരു സവിശേഷത ഉചിതമായിട്ട് പെരുമാറുക എന്നതാണ്. ഫാറൂഖ് വെളിയങ്കോടിനാണ് പത്രപ്രവർത്തനത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഫാറൂഖിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. ശ്രീമതി സീനത്ത് മാറജി എറണാകുളത്ത് നിന്ന് വന്നിട്ട് പൊന്നാനിക്ക് കല്യാണം കഴിച്ചു വന്ന് പൊന്നാനിയുടെ മണവാട്ടിയായിട്ട് മാറിയിട്ടുള്ള അവരുടെ അക്ഷരലോകത്തിൽ കൂടെ അവർ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നു. പിന്നെ വലിയ പൊന്നാനിയുടെ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് സി പ്രദീപ് കുമാർ. സി പ്രദീപ് കുമാറിൻ്റെ പാരമ്പര്യത്തെ പറ്റി പൊന്നാനിക്കാർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് സീനിയർ പത്രപ്രവർത്തകന്റെ അവാർഡ് കൊടുക്കുന്നതോടുകൂടി PCW വലിയൊരു ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. CS പൊന്നാനി തീർച്ചയായിട്ടും പൊന്നാനിയുടെ ഊർജ്ജസ്വലത, നന്മ, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള പ്രാഗൽഭ്യം, അന്ന് ആ മഹത്തായ ഗുണങ്ങൾ ഇന്നൊരു മനുഷ്യനിൽ കേന്ദ്രീകരിച്ചതിൻ്റെ പ്രതീകമാണ് CS പൊന്നാനി. കൂടുതലും ഞാൻ പറയുന്നില്ല. അബ്ദുറഹ്മാൻ സാഹിബ് പൊന്നാനിയുടെ പാരമ്പര്യം, ചരിത്രം, എന്തെങ്കിലും കാര്യങ്ങൾ സംശയം മൂപ്പരെ വിളിക്കുകയാണ് ഞാൻ ചെയ്യാം. മൂപ്പരെ പുസ്തകത്തിൽ നോക്കുകയാണ് ചെയ്യുക. വളരെ അധ്വാനിച്ചിട്ടാണ് ഈ പാനുസയുടെ പ്രവർത്തനങ്ങൾ. ഞാൻ ചീഫ് എഡിറ്ററായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നേ ഉള്ളൂ.
സത്യം പറയാമല്ലോ, പണി കൊടുത്ത് രേമകുട്ടി മാഷ, അദ്ദേഹത്തെയും പരാമർശിക്കാതിരിക്കാൻ വയ്യ. കൂടുതൽ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഭാരവാഹികളായിരിക്കുന്ന പൊന്നാനിക്കാരും ഒരു പേര് പറഞ്ഞാൽ മറ്റു പലതും വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിലെല്ലാം തന്നെ വലിയ സംഭാവനയാണ് ചെയ്യുന്നത്. നമ്മുടെ മുന്നിലുള്ള ദൗത്യം മഹത്തരമാണ്. ECWF അതിൻ്റെ പാതയിൽ പ്രഗത്ഭമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ,